ഹലോ, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ നമ്മുടെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഞാൻ എന്ത് യൂട്യൂബിൽ അടിച്ചെടുത്താലും സ്കൂൾ റിലേറ്റഡ് ആയിട്ട് അടിച്ചെടുത്താലും ആദ്യം വരുന്നത് നെയിം സ്ലിപ്പ് ആയിക്കൊണ്ടാവും. അപ്പോൾ എനിക്കൊരു പൂതി ഒരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഉണ്ടാക്കണതാണ് ഈ നെയിം സ്ലിപ്പ് കേട്ടോ. എൻ്റെ മെത്തേഡ്സൊക്കെ വെരി 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 സിമ്പിൾസാണ്. ആദ്യം ഞാൻ ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് 3 കളത്തിൽ ഓയിൽ പേസ്റ്റ് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്ത് അതൊന്ന് റബ്ബാക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളല്ലേ പണി. ഇനി ബാക്കി 2 കളുമുണ്ട്. അതിൽ നമുക്ക് 2 കളം പറയുമ്പോൾ 2 റോ കേട്ടോ. ഈ 2 റോയിലും ഇനി നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പിന്നെ യൂസ് ചെയ്ത് സ്കെച്ചാണ് കേട്ടോ. നമുക്ക് എന്തായാലും സ്കെച്ച് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ സ്കെച്ച് ഏത് സ്കെച്ചല്ല ആ സ്കെച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഈ സ്കെച്ചിൽ എനിക്ക് കളർ കൊടുക്കേണ്ടി വന്നു. നമ്മുടെ പേസ്റ്റൽ കളേഴ്സ് ആകുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഡോംസിൻ്റെ. അതാകുമ്പോൾ അതായാലും മതി കേട്ടോ. എന്തായാലും നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ ലുക്കിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും സ്കൂളിൽ പോയി കുറച്ച് ഷോ ഒക്കെ കാട്ടാനുള്ളതായി എനിക്ക്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളി, നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 3 എണ്ണത്തിന് ഞാൻ ഓയിൽ പേസ്റ്റ് റബ്ബാക്കിയ ശേഷം ബാക്കിയുള്ള ആ വേറൊന്നിന് ഞാൻ ഗ്രീൻ കളർ സ്കെച്ച് ഫുള്ളായി ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ ചെയ്തത്. പിന്നെ ഒന്നിന് ഞാൻ ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മേലിട്ട് റോസാപ്പൂവും ലീവ്സൊക്കെ വരച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് അതേപോലത്തെ പാറ്റേൺസ് തന്നെയാണ് പിന്നെ ഞാൻ ഫുള്ളായി ചെയ്തത് കേട്ടോ. എനിക്ക് പിന്നെ മനസ്സിൽ വേറെ ഐഡിയാസ് ഒന്നും വരാത്തതുകൊണ്ട് അതേപോലത്തെ പാറ്റേൺസ് കൊണ്ട് ചെയ്തു. അപ്പോൾ എന്തായാലും അത് ചെയ്യട്ടെ. പിന്നെ അതേ പാറ്റേൺസ് തന്നെ വേറെ ഓരോന്നിലും വരച്ചു കൊടുത്തിട്ട് അതിലൊക്കെ ഫ്ലവറിൻ്റെ കളർ മാത്രം മാറ്റിയിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന പാറ്റേൺ ഐഡിയ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നിലും കൂടി നമ്മുടെ ഓയിൽ പേസ്റ്റ് തേച്ചൊന്ന് ബ്ലെൻഡാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് നമുക്ക് ഒന്നുള്ളൂ അല്ലേ. അതിന് ഞാൻ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവറിൽ പിടിച്ചു കിട്ടും. അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ട് എൻ്റെ സൺഫ്ലവറിന് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന പാറ്റേൺസ് ആണ് കേട്ടോ നിങ്ങൾ വരച്ചു കൊടുക്കണേ. എത്ര ഭംഗിയാക്കാൻ പറ്റുന്നോ അത്രയും ഭംഗിയാക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഭംഗിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഭംഗിയാക്കാൻ പറ്റുന്നോ അത്രയും ഭംഗിയാക്കാം. അങ്ങനത്തെ അവസാനം ഒരു സൺഫ്ലവർ തീം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അതിലൂടെ ചെയ്യാനുള്ളത് നമ്മളത്തുള്ള കവായി സ്റ്റിക്കേഴ്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കലുണ്ടോ. സിമ്പിൾ ഇല്ലേ എന്നാണ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കണം പണി അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കവായി സ്റ്റിക്കേഴ്സിൽ ഗേൾസിനെ അതേപോലെ തന്നെ അതിൻ്റെ ഓരോന്നും നമുക്ക് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാവർക്കും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഗ്രീൻ കവായി സ്റ്റിക്കർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രീനിൽ കുറച്ച് ചെറുതാട്ടോ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള അത്രയും ഒട്ടിച്ചെടുത്തോളും. നമുക്ക് എത്ര ക്യൂട്ടാക്കാൻ പറ്റുന്നോ അത്രയും ക്യൂട്ടാക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പത്തൊക്കെ നമുക്ക് ഒരു സ്റ്റാറായി നിൽക്കാനുള്ള ഒരു സ്ഥാനം കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എത്ര ക്യൂട്ടാക്കാൻ പറ്റുന്നോ അത്രയും ക്യൂട്ടാക്കിക്കോട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒരു ബുക്കിലിട്ടിച്ചിട്ട് പോകുമ്പോൾ നമുക്കുള്ള ആ ഒരു ഗുമ്മുണ്ടല്ലോ അത് പറയാൻ പറ്റില്ല മക്കളെ, അടിപൊളിയാണല്ലേ. യെസ്, അപ്പോൾ എന്തായാലും
ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുത്തുള്ള 13 കവായ് സ്റ്റിക്കറും ഞാൻ ഇതിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തു. എന്നാൽ ക്യൂട്ട്നെസ് വരുത്താൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു. അടുത്തായിരുന്നു നമ്മൾ ചെയ്യണത്, നമ്മുടെ ബ്ലാക്ക് ഇങ്ക് എടുക്കുക കേട്ടോ. എൻ്റെ ബ്ലാക്ക് ഇങ്ക് ഞാൻ എടുത്തതായിട്ട് മഷി ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ബ്ലൂ ഇങ്ക് എടുത്തു കേട്ടോ. എന്നിട്ട് ബ്ലൂ ഇങ്ക് എടുക്കുക. എന്നിട്ട് നെയിം ക്ലാസ് ഡിവിഷനിൽ DIV എന്ന് എഴുതുക. എന്നിട്ട് സ്കൂളിൽ നിന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നെയിം സ്ലിപ്പ് റെഡി. അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യൂ. ബൈ.